Hello students, welcome to Blueberry EduTech. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Coulomb's law in electrostatics. Okay, so first നമുക്ക് statement നോക്കാം. So according to this law, two stationary point charges repel or attract each other with a force which is directly proportional to the product of the charges and inversely proportional to the square of the distance between them. Okay, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ചാർജസ് നമ്മൾ എടുക്കുന്നു, Q1 and Q2. ഓക്കെ, രണ്ട് ചാർജസ് റെസ്റ്റിലാണ്, അതാണ് സ്റ്റേഷനറി ചാർജസ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ Q1 and Q2 ആർ സ്റ്റേഷനറി പോയിന്റ് ചാർജസ് വിത്ത് ചാർജസ് Q1 and Q2. ഓക്കെ, ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണെങ്കിൽ ആ രണ്ട് ചാർജസ് തമ്മിൽ ഉള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് F proportional to product of the charges Q1 and Q2 and inversely proportional to square of the distance between them. So അതാണ് F proportional to Q1 Q2 by R square. So F equal to constant of proportionality K കൊണ്ട് multiply ചെയ്യുന്നു. So F equal to K Q1 Q2 by R square. ആ K യുടെ വാല്യൂ 1/4 pi epsilon 0 ആണ്. So F equal to 1/4 pi epsilon 0 Q1 Q2 by R square. So 1/4 pi epsilon 0, അതിൽ epsilon 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് epsilon 0യുടെ വാല്യൂ 8.85 into 10⁻⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. സോ ആ വാല്യൂ epsilon 0യുടെ വാല്യൂ നമ്മൾ 1/4 pi epsilon 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we are getting 9 into 10⁻⁹. Okay, so 1/4 pi epsilon 0യുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 9 into 10⁻⁹ with a unit ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -2. സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രണ്ട് ചാർജസ് Q1 and Q2 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിലാണ് അല്ലെങ്കിൽ വാക്വത്തിലാണ്. അങ്ങനെ ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിൽ ഇരിക്കുന്ന രണ്ട് ചാർജസ് വിത്ത് ഡിസ്റ്റൻസ് R ആണെങ്കിൽ ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് 1/4 pi epsilon 0 Q1 Q2 by R square ആണ്. സോ ഇവിടെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകാം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആകാം. സോ Q1 and Q2 എന്ന് പറയുന്നത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ, ലൈക്ക് ചാർജസ് ഉദ്ദേശിക്കുന്നത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജസ് ആണെങ്കിലും അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതർവൈസ് Q1 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും Q2 എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ ആ Q1 ഉം Q2 ഉം തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ ഫോഴ്സ് ഓഫ് റിപ്പൾഷനും വരാം, ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വരാം. ഇനി നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ Q1 Q2വിനെ അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നു വിത്ത് എ ഫോഴ്സ് F. അതേ ഫോഴ്സ്, അതേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഉപയോഗിച്ച് Q2 വിൽ അട്രാക്ട് ഓർ റിപ്പൽ Q1. സോ Q1 Q2വിനെ അട്രാക്ട് ചെയ്യുവാണെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡ് കൂടി തന്നെ Q2 Q1നെയും അട്രാക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ ഇവിടെ ഒബേ ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് 1/4 pi epsilon 0 അതിന്റെ വാല്യൂ 9 into 10⁻⁹ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അത് നമ്മൾ SI സിസ്റ്റത്തിൽ നോക്കുമ്പോഴാണ് ആ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സപ്പോസ് നമ്മളത് CGS സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് സെയിം ചാർജസ് Q1 and Q2 ഇഫ് യു ആർ പ്ലേസിംഗ് ഇൻ എ മീഡിയം, വാക്വം അല്ലാതെ വേറൊരു മീഡിയത്തിലാണ് പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ ആ ഫോഴ്സിൽ വരുന്ന ഇക്വേഷൻ അതിനെ ഞാൻ FM എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ FM ഈക്വൽ ടു 1/4 pi epsilon. So instead of epsilon 0, here we are using epsilon.
Q1 Q2 by R square. So epsilon എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആ രണ്ട് ചാർജസും പ്ലേസ് ചെയ്തത് ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിലായിരുന്നെങ്കിൽ ആ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് അവിടെ നമ്മൾ എഴുതിയത് ഇക്വേഷൻ നമ്പർ 1. പക്ഷെ ഇക്വേഷൻ നമ്പർ 2 നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എപ്സിലോൺ ആണ്. എപ്സിലോൺ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഏത് മീഡിയത്തിലാണോ അതേ ചാർജസ് പ്ലേസ് ചെയ്തേക്കണേ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. സോ രണ്ട് കേസിലും ചാർജസ് എവിടെയാണോ ഇരിക്കുന്നത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ സെയിം ചാർജസ് Q1 ആൻഡ് Q2 വിത്ത് സെയിം സെപ്പറേഷൻ ഡിസ്റ്റൻസ് R ആണെങ്കിൽ സോ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ Fm എന്ന് പറയുന്നത് Fm ഈക്വൽ ടു 1/4 എപ്സിലോൺ Q1 Q2 by R square. ഓക്കെ, സോ ഇനി നമുക്ക് ഈ എപ്സിലോൺ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നേരത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പെർമിറ്റിവിറ്റിയുടെ വാല്യൂവിന് പകരം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് മിക്കവാറും തരാറ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. സോ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0. സോ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, സോ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം divided by permittivity of free space ആണ്. ഓക്കെ, സോ ആ റേഷ്യോ ആണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. Therefore ഇക്വേഷൻ നമ്പർ 2 ഒക്കെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണെങ്കിൽ സോ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ ആർ ആയിരിക്കും. സോ ഇക്വേഷൻ നമ്പർ 2 we can substitute the value of epsilon. So instead of epsilon we can substitute epsilon 0 epsilon r. So equation 2 becomes Fm എന്ന് പറയുന്നത് 1/4 epsilon 0 epsilon r Q1 Q2 by R square. സോ അതിൽ 1/4 എപ്സിലോൺ 0 Q1 Q2 by R square എന്ന് പറയുന്നത് F ആണ്. സോ നമുക്ക് Fm എന്ന് പറയുന്നത് F by എപ്സിലോൺ ആർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ രണ്ട് ചാർജസ് ഫ്രീ സ്പേസിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസും ആ ഡിസ്റ്റൻസും നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് F. ഇനി അതേ ചാർജസ് അതേ ഡിസ്റ്റൻസിൽ വേറൊരു മീഡിയത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് Fm എന്ന് പറയുന്നത് വി ക്യാൻ ഫൈൻഡ് ബൈ ദ ഇക്വേഷൻ Fm ഈക്വൽ ടു F ബൈ എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പ്ലേസ് ചെയ്ത മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ 0. സോ നമുക്ക് ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ഡയമെൻഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. സോ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആണോ ഡയമെൻഷൻ ചോദിച്ചിരിക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതണം. സോ എപ്സിലോൺ 0യുടെ ഡയമെൻഷൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ സോ നമ്മൾ എപ്സിലോൺ 0യ്ക്ക് ഒരു ഇക്വേഷൻ എഴുതണം. സോ എപ്സിലോൺ 0 വരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുക. So we know F equal to 1/4 epsilon 0 Q1 Q2 by R square. So ആ ഇക്വേഷനിൽ നിന്ന് എപ്സിലോൺ 0 എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഈക്വൽ ടു 1/4 F Q1 Q2 by R square ആണ്. ഓക്കെ, സോ എപ്സിലോൺ 0യ്ക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. സോ ഇനി നമുക്കറിയാവുന്ന ഡയമെൻഷൻസ് എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ന്യൂമറേറ്റർ നോക്കുവാണെങ്കിൽ Q1 Q2 ആണുള്ളത്. സോ Q എന്ന് പറയുന്ന ചാർജ്. സോ അപ്പൊ ചാർജിന്റെ ഡയമെൻഷൻ എഴുതണം. നമുക്കറിയാം ഡയറക്റ്റ് ഡയമെൻഷൻസ് ഉള്ള
7 ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത് മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. സോ ഈ 7 ക്വാണ്ടിറ്റീസിൽ ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരുന്നില്ല. സോ ചാർജ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. പക്ഷെ ചാർജ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, കറണ്ടിന്റെ ഇക്വേഷൻ. കറണ്ട് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. സോ I ഈക്വൽ ടു Q ബൈ T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ കറണ്ടിന്റെ ഇക്വേഷൻ I ഈക്വൽ ടു Q ബൈ T. സോ Q ഈക്വൽ ടു I ഇൻറ്റു T. സോ അപ്പോൾ ഡയമെൻഷൻ ഓഫ് Q എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് കറണ്ട് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടൈം ആണ്. സോ അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ചാർജ് Q എന്ന് പറയുന്നത് A ഇൻറ്റു T ആണ്. സോ AT ആണ് ഡയമെൻഷൻ ഓഫ് ചാർജ്. സോ നമ്മൾ എപ്സിലോൺ സീറോയുടെ ഡയമെൻഷൻ എഴുതുമ്പോൾ Q1 Q2, ആ Q1 Q2ന്റെ ഡയമെൻഷൻ ആണ് Q1ന്റെ ഡയമെൻഷൻ AT, Q2ന്റെ ഡയമെൻഷനും AT. സോ ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നമ്മൾ എഴുതി AT. ഇനി നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് നോക്കുമ്പോൾ 4π കോൺസ്റ്റന്റ് ആണ്. സോ അവിടെ ഡയമെൻഷൻ ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് ഫോഴ്സ്. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ ആലോചിക്കാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ F ഈക്വൽ ടു ma. ഡയമെൻഷൻ എഴുതാൻ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം മാസിന്റെ ടേമിൽ. സോ F ഈക്വൽ ടു ma വെച്ചിട്ട് ഡയമെൻഷൻ എഴുതുമ്പോൾ mL(T)⁻². നെക്സ്റ്റ് R ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L. സോ R² എന്ന് പറയുമ്പോൾ L². സോ ഡിനോമിനേറ്ററിന്റെ ഡയമെൻഷൻ നമുക്ക് ക്ലിയർ ആയി. സോ അത് അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ A²T² mL³ T⁻². ഫൈനലി the dimension of epsilon0 becomes m⁻⁻1 L⁻⁻3 T⁻⁻4 A⁻². സോ ഇതാണ് ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ0. സോ എപ്സിലോൺ0യുടെയും അല്ലെങ്കിൽ എപ്സിലോണിന്റെ ഡയമെൻഷൻ ചോദിച്ചാലും സെയിം ഡയമെൻഷൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ കൂളംസ് ലോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ്, കൂളംസ് ലോ ഇസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റൽ റിസൾട്ട്സ്. It cannot be established theoretically. It holds only for point charges. It is applicable for charges at rest. നോക്കുക, ചാർജ് റെസ്റ്റിലായിരിക്കണം. ചാർജസ് നമ്മൾ എടുത്തിരിക്കുന്ന ചാർജസ് റെസ്റ്റിലായിരിക്കണം. അത് പോയിന്റ് ചാർജ് ആയിരിക്കണം. അത് മൂവിങ് ചാർജ് ആകാൻ പാടില്ല. അവിടെ മൂവിങ് ചാർജ് ആകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡും കൂടി എക്സ്ട്രാ വരും. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സെഷനാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് ചാർജസ് അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റഡി നടത്തുന്നത്. നെക്സ്റ്റ്, ബോത്ത് ദ ചാർജസ് എക്സേർട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഓൺ ഈച്ച് അതർ. സോ നമ്മൾ ആദ്യം ലോ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. Q1 എത്ര ഫോഴ്സ് ആണോ Q2 എക്സേർട്ട് ചെയ്യുന്നത്, സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ Q2 Q1 എക്സേർട്ട് ചെയ്യും. സോ അതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. സോ അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഇവിടെ ഒബേ ചെയ്യും എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് എ സെൻട്രൽ ഫോഴ്സ് which acts along the line joining the two charges. നോക്കാം, ഇവിടെ പറയുന്ന കൂളംസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൻട്രൽ ഫോഴ്സ്. സോ എന്താണ് സെൻട്രൽ ഫോഴ്സ്? രണ്ട് ചാർജസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ രണ്ട് ചാർജസ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് എവിടെയായിരിക്കും? ആ ഫോഴ്സ് എവിടെയാണ്? ആ ഫോഴ്സ് എന്ന് പറയുന്നത് along the line joining the charges ആയിരിക്കും. രണ്ട് ചാർജസ് Q1 Q2 നമ്മൾ എടുത്താൽ ആ Q1 Q2 തമ്മിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിലായിരിക്കും, ഫോർ എക്സാമ്പിൾ Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്,
Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. സോ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. സോ ഈ ലൈനിലായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ Q1നെ Q2 അട്രാക്ട് ചെയ്യുന്നു ഈ ഡയറക്ഷൻ. അതേപോലെ തന്നെ Q2വിനെ Q1ഉം അട്രാക്ട് ചെയ്യുന്നു ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ആ ലൈനിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ലൈൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതർ ദാൻ ദിസ് ലൈൻ, ഇവിടെ ആ കൂളംസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. സോ എലോങ് ദ ലൈൻ ജോയിനിങ്ങിലാണ് ആ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഫോഴ്സ്. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് M1 ആൻഡ് M2 എന്ന് പറയുമ്പോൾ ആ M1ഉം M2ഉം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദ ലൈൻ ജോയിനിങ് ദ മാസസ് ആണ്. So similarly, we can say electrostatic force അല്ലെങ്കിൽ Coulomb's force is also a central force. Next, the force between two charges is not changed by the presence of other charges. ഇപ്പോൾ ഇവിടെ നമ്മൾ Q1 ഉം Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് ആണുള്ളത്. സോ Q1നെ Q2 അട്രാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് സപ്പോസ് നമ്മൾ ഒരു തേർഡ് ചാർജ് വരിക എന്ന് വിചാരിക്കും. എക്സാമ്പിൾ, ഒരു Q3 എന്ന് പറയുന്ന ചാർജ് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. അങ്ങനെ Q3 എന്ന് പറയുന്ന ഒരു ചാർജ് എക്സ്ട്രാ വന്നാലും Q1ന് Q2വിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചേഞ്ച് ആവില്ല. Q1നെ Q2 എത്രത്തോളമാണോ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ആണോ അവിടെ ആക്ട് ചെയ്യുന്നത് അതേ ഫോഴ്സ് തന്നെ ഇപ്പോഴും ആക്ട് ചെയ്യും. Q3 എന്ന് പറയുന്ന എക്സ്ട്രാ ചാർജ് വന്നാൽ അവര് തമ്മിൽ വീണ്ടും വേറൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ്, ദ ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q3 എന്ന് പറയുന്നത് along the line joining between Q1 and Q3 ആയിരിക്കും. അല്ലാതെ Q2 ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ചേഞ്ച് വരില്ല. അതാണ് പ്രസൻസ് ഓഫ് അതർ ഫോഴ്സസ്, പ്രസൻസ് ഓഫ് അതർ ചാർജസ് വന്നാലും പഴയ ആ ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ്, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദം. സോ അതാണ് നമ്മുടെ ലോയിൽ തന്നെ പറയുന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2, the product of two charges Q1 and Q2. അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ് R സ്ക്വയർ. അല്ലെ, F പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ F ഈക്വൽ ടു 1/4 pi epsilon 0 Q1 Q2 by R സ്ക്വയർ. സോ അവിടെ 1/4 pi epsilon 0 എന്ന് പറയുന്ന ഒരു ടേം നമ്മളത് ഫ്രീ സ്പേസിലാണ് നമ്മുടെ ചാർജസ് പ്ലേസ് ചെയ്യണമെങ്കിൽ 1/4 pi epsilon 0യും, അതല്ല വേറൊരു മീഡിയം ആണെങ്കിൽ 1/4 pi epsilon. സോ ആ epsilon 0 അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് മീഡിയത്തിലാണ് നമ്മൾ ആ ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നേച്ചർ ഓഫ് ദ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.